സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി. വിവരങ്ങളുമായി സലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സലി, പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആണോ കോടതിയുടെ ഈ ഉത്തരവ്? എന്തൊക്കെയാണ് കോടതി പറയുന്നത്? സംസ്ഥാനത്ത് റാഗിംഗ് വളരെ ശക്തമാണ്. അതിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കെൽസ നിയമസേവന അതോറിറ്റിയാണ് ഹൈക്കോടതി സമീപിച്ചിരുന്നത്. ഒരു പൊതുതാൽപര്യ ഹർജി ഇന്ന് അല്പം മുമ്പ് കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേട്ടു. അതിനുശേഷം കോടതി കുറേ നിർദ്ദേശങ്ങൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണം എന്നുള്ളതാണ്. റാഗിംഗ് തടയുന്നതിന് ഈ നിയമപരിഷ്കരണം അനിവാര്യമാണ് എന്നും കോടതി വ്യക്തമാക്കുന്നു. ഈ റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ അനിവാര്യമായ ചട്ടങ്ങൾ രൂപീകരിക്കുകയും വേണം. അത് UGC റെഗുലേഷൻസിന് അനുസൃതമായ ചട്ടങ്ങളാവണം ഉണ്ടാവേണ്ടത്. പിന്നെ ഈ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് നിർദ്ദേശം കോടതി പറഞ്ഞതിനൊപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണം, ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ നിയോഗിക്കണം. ഈ വർക്കിംഗ് ഗ്രൂപ്പ് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തുന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ആവുകയും വേണം. സംസ്ഥാന ജില്ലാതല റാങ്കിംഗ് വിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പാക്കുകയും വേണം. ഒപ്പം തന്നെ റാഗിംഗ് വിരുദ്ധ ചട്ടങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നടത്തുകയും വേണം. ഏതായാലും ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം എതിർകക്ഷിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം UGCയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മുറയ്ക്ക് വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.